ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. കെവിൻ സാം ആണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് യൂണിയൻ ബസ് സ്റ്റാൻഡിലാണ്. അതിന്റെ തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പോകുന്നത് സിറ്റി സെന്റർ ദേരയിലാണ്. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലപതി വിജയുടെ സിനിമ കാണാനാണ്. കുറെ നാളിന് ശേഷമാണ് ഇപ്പൊ ഒരു തലപതി പടം കാണുന്നത്. എല്ലാവർക്കും അത് തന്നെ. നമ്മൾ ലാസ്റ്റ് കണ്ട ഏതായിരുന്നു? ലിയോ ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ കൊച്ചിയിൽ നിന്നാണ് കണ്ടത്. കൊച്ചിയിലെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലിയോ സിനിമയുടെ വീഡിയോ വ്ളോഗ് കാണാം. അപ്പൊ ഇപ്പൊ ഞാൻ ഏതായാലും ദുബായില് സിറ്റി സെന്റർ ദേരയിൽ പോയി പടം കാണുകയാണ്. നമ്മുടെ വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇപ്പൊ സമയം ഇപ്പൊ 9 മണി കഴിഞ്ഞു. ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങ് പോവാമെന്ന് വെച്ച്. ഓക്കെ, ലെറ്റ്സ് ഗോ വയ മെട്രോ റെയിൽ. അങ്ങനെ മക്കളെ, നമ്മൾ സിറ്റി സെന്റർ ദേരയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഇവിടെ എത്താൻ വെറും 10 മിനിറ്റ് പോലും എടുത്തില്ല എന്നുള്ളതാണ്. കയറി കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ എത്തിയോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ കാണാൻ പോയപ്പോൾ എത്ര 1 മണിക്കൂറോളം എടുത്തു ജബലാലി അവിടെ എത്താൻ, ഈ ബിംബത്ത് നമ്മൾ എത്താൻ. ഇതേതായാലും അത്ര സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ എത്തി. അവിടുന്ന് കയറി ഇങ്ങോട്ട് ഏതായാലും ഇപ്പൊ മണി ഇപ്പൊ ഒരു 9:30 കഴിഞ്ഞതേ ഉള്ളൂ. 10 മണി ആവുന്നതേ ഉള്ളൂ. 11 മണിക്ക് ഷോ ഉള്ളൂ. നമുക്ക് ഏതായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ അധികം ഇങ്ങനെ വീഡിയോ എടുക്കാനും പാടില്ല. ഈ ഷോപ്പിംഗ് മാളിലൊക്കെ, ലുലു മാളിലും അത് ആ സെയിം റൂൾ തന്നെ ഇവിടെയൊക്കെ. അപ്പൊ നമുക്ക് ഏതായാലും പോവാം. ഏതായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ പല മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് വരുന്നത്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഏതായാലും ഞാൻ എന്റേതായ ഒരു ഒപ്പീനിയനും കാര്യങ്ങളും. ഞാൻ ഏതായാലും വിജയ് ഫാനാണ്, എനിക്ക് വിജയ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങ് എന്തെങ്കിലും തള്ളി കൊടുക്കുന്നില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞ് എന്താണ് നമുക്ക് തോന്നുന്നത് വെച്ചാൽ ആ അഭിപ്രായം എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ പ്രാവശ്യം ലിയോ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. പക്ഷെ പിന്നീട് OTT കണ്ടപ്പോൾ ഇതെന്താ പടം, സെക്കൻഡ് ഹാഫ് തൊട്ട് കേട്ടോ എല്ലാവർക്കും തോന്നിയ പോലെ എനിക്ക് പിന്നെ പതുക്കെ തോന്നാൻ തുടങ്ങി. ആ ഏതായാലും ഈ പടം അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയാം. കണ്ടിട്ട് എന്താ തോന്നുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നാട്ടിലൊക്കെ പലരും ഇത് കണ്ടു കാണും. എനിക്ക് പിന്നെ കാണാനൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇവിടെ ദുബായിലൊക്കെ എനിക്ക് അറിയത്തില്ല, ഇവരൊക്കെ ഈ ജോലി ഹാഫ് ഡേ എടുത്തിട്ട് എന്തിനാ ഈ പടമൊക്കെ കാണാൻ പോകുന്നത്? വേറെ പണിയൊന്നും നിങ്ങളുടെ ജോലി നോക്കി ഇന്ന് ഞായറാഴ്ച ദിവസം കണ്ടാൽ പോരെ. എന്തിനാണ് സിനിമ ഹാഫ് ഡേ എടുത്ത് സിനിമ കാണാൻ പോകുന്നത്? എനിക്ക് മനസ്സിലായത് അതും പ്രത്യേകിച്ച് ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ $1, $1, $1 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എന്നിട്ട് പോലും നിങ്ങൾ ഹാഫ് ഡേ എടുത്തിട്ട് ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയത് തൊലിക്കട്ടി സമ്മതിക്കണം. UAE-ക്കാരുടെ കാര്യം പറയാം, നാട്ടിലുള്ളവരുടെ കാര്യം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നാട്ടിലൊക്കെ പൊതുവെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഹാഫ് ഡേ ആണെങ്കിൽ ഇതിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു ഹാഫ് ഡേ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് എന്താ പറയാ, ലോട്ടറി അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഗവൺമെന്റ് വില്ലേജ് ഓഫീസിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പോലത്തെ ഒരു പാടാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഏതായാലും ഞാൻ അതിലൊന്നും കുമ്പിടാൻ പോകത്തോണ്ട് ഇതൊക്കെ നൈസായിട്ട് അങ്ങ് ഞായറാഴ്ച ദിവസം ഒപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഏതായാലും സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. അപ്പം ഏതായാലും ഇവിടുത്തെ താഴത്തെ വിശേഷങ്ങൾ നോക്കാം. താഴത്തെ മീൻസ് ഇവിടുത്തെ സിറ്റി സെന്റർ വേറെ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇവിടെ ഓക്കെ, സിനിമ കയറുന്നതിന് മുമ്പ് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, ഇപ്പൊ നടന്ന് ഇപ്പൊ ഒരു പരുവായി, കാലിന്റെ അടിവശം ഒന്ന് ഉളുക്കി. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒന്ന് ഇരിക്കാൻ നോക്കും. ഫുഡ് കോർട്ടില് ഭക്ഷണം കഴിക്കാനൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അയ്യോ, നടക്കാൻ തുടങ്ങിയപ്പോ എന്റെ പൊന്നോ, ഇവിടെ ഒന്ന് കാണണം. ഇവിടെ കുറെ ഫുഡ് കോർട്ട് ഉണ്ട്. KFC ഇല്ലാത്തൊരു സ്ഥലമല്ല കേട്ടോ. എവിടെ നോക്കിയാലും KFC ഉണ്ട്. അതുകൊണ്ട് പിന്നെ KFC എന്ന് പറഞ്ഞാൽ ഏതാ, ഇപ്പൊ നമ്മുടെ ഈ കേരളത്തില് എവിടെ നോക്കിയാലും എറണാകുളം ബസ് ഇല്ലേ, ഏത് സ്ഥലം എടുത്താലും എറണാകുളത്തോട്ട് തൊട്ടായിരിക്കും നമ്മുടെ KSRTC ആനവണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഫുഡ് കോർട്ട്. നമ്മുടെ UAE-ലൊക്കെ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ടെങ്കിൽ അവിടെ KFC ഉണ്ട്. ഞാനിവിടെ ആദ്യം കണ്ടപ്പോൾ വന്നപ്പോ ഓർത്ത് KFC കണ്ടില്ല, നോക്കുമ്പോ ഉണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നു നമ്മുടെ KSRTC പോലെ KFC. അതിന് തൊട്ടടുത്ത് ടെക്സസ് ചിക്കൻ ഉണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. നോക്കിയപ്പോ എല്ലാം ഭയങ്കര വില. ഏതായാലും ഒന്ന് നോക്കാമെന്ന് ഓർത്ത് ഭക്ഷണം ഇവിടെ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് ടെക്സാസ് ചിക്കൻ ഒന്ന് കയറി നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ബർഗർ കിങ് ഉണ്ട്, പിന്നെ ഡൊണാൾഡ്സ് പിസ്സ ഉണ്ട്, സബ്വേ ഉണ്ട്, സ്പേസ് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. എന്തോ കുറെയൊക്കെ ഞാൻ ചിലതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പേരുകളാണ്. എന്നതൊന്നും ചേട്ടാ ആരോടും പറയല്ലേ, എന്നാലും എല്ലാരെയും അറിയിക്കാം. എന്നാലും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യാതിരുന്ന കൊള്ളാം. ഓക്കെ, അപ്പൊ ഏതായാലും ഒന്ന്
ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അപ്പൊ അതൊക്കെ കുറച്ചു നേരമൊക്കെ താഴെയൊക്കെ കണ്ടിട്ട് അപ്പൊ സിനിമ കാണുമ്പോ താഴെ ഇനി പോയ കാലിഫോറുണ്ട്. കാലിഫോറിന്റെ ഇൻസൈഡ് എവിടെ നോക്കിയാലും ഒരുപോലെയാണ്. ഇപ്പൊ നമ്മള് ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഫ്രാൻസിലൊക്കെ നിൽക്കുന്നവർക്ക് കാലിഫോർ കയറി കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ അതിന്റെ സ്റ്റോക്ക് അറേഞ്ച്മെന്റും പിന്നെ ആൾക്കാര് ഇപ്പം പൊതുവെ ഇപ്പൊ ഫിലിപ്പിനോസ് അല്ലെങ്കിൽ വെളിയിൽ ഇപ്പൊ മലയാളികളൊക്കെ കുറവാണ് നിൽക്കുന്നത്. പൊതുവെ വെളിയിലുള്ള അബ്രോഡ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ അത് തന്നെ ഇപ്പൊ ഇവിടെ UAE കാലിഫോറിലൊക്കെ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഇപ്പോഴും അത് തന്നെ. ഓക്കെ, അപ്പൊ ഫുഡ് കോർട്ടിന്റെ കാഴ്ചകൾ ഒന്ന് കുറച്ചുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് താഴോട്ടൊന്ന് പോവാം. ഓക്കെ, കാലിഫോറിൽ കയറി 2 സ്ട്രിപ്സ് 3.5 ദിർഹംസ്, ഒരെണ്ണത്തിന് 1.75 കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ കാലിഫോറിൽ കയറുമ്പോൾ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുക അവിടെ ബോക്സ് സിനിമയില്. ഇപ്പൊ ഇവിടെ ഏതാണ്ട് ക്യാഷ് ബാക്ക് ഓഫർ ഒക്കെ ഉണ്ട് ബോക്സിന്റെ. എന്തോ ഞാൻ ഏതായാലും ഒരു ക്യാഷ് ബാക്ക് ഇതുവരെയും കിട്ടില്ല. പിന്നെ ഇതിന്റെ പുറകിലൊന്നും ഞാൻ പോവാറില്ല. ഐ ഡോണ്ട് റൺ ബിഹൈൻഡ് ഓഫേഴ്സ് ആൻഡ് ഗേൾസ്. അതാ എന്റെ ഒരു സ്വഭാവം. എനിക്ക് ഇങ്ങോട്ട് വരുന്ന വല്ല ഓഫർ ആണെങ്കിൽ ഞാൻ നോക്കും, അല്ല അങ്ങോട്ടായിട്ട് എങ്ങും പോകാറില്ല. ഏതായാലും ഓഫർ വേണ്ടിയവർ ഏതായാലും ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ബോക്സ് സിനിമയുടെ ഒരു എൻട്രൻസും ഒരു ചുറ്റുപാടൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഷാർജ ബോക്സിനെക്കാട്ടും വലുപ്പം തന്നെയാണ്. സിറ്റി സെന്റർ ഷാർജയില് അതിനെക്കാട്ടും ഡബിൾ വരും ദേര. ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പൊ ഏതായാലും ഇവിടെ ദേരയില് ഇപ്പൊ ദുബായ് വന്നിട്ട് ഇതുവരെ ഈ സിറ്റി സെന്റർ ദേര വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് കം വിസിറ്റ്. ഓക്കെ, ആൻഡ് എൻജോയ് ദ പ്ലേസ്. ബിക്കോസ് നല്ല എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. എന്തോ വിശാല സ്പേസും പിന്നെ വിശാല സ്ഥലവും തന്നെ. പിന്നെ അങ്ങനെയോ അപ്പൊ നമ്മളിപ്പോ സിനിമ കാണുമ്പോ 11 മണി ആവാറായി. ഇപ്പൊ ഏതായാലും ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആ സിനിമ ഇപ്പൊ അവിടെ നടക്കുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. 11 o'clock ആവാറായി. അവിടെ നമ്മുടെ തലപതി വിജയനെ കാണാം. ഓക്കെ, അറ്റൻഷൻ പ്ലീസ്. അടുത്ത ആഴ്ച ആം എന്ന് പറഞ്ഞ സിനിമ കാണാൻ സിറ്റി സെന്ററിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സൺഡേ ആണ്, സെപ്റ്റംബർ 15 ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ ടെക്സാസ് ചിക്കനിൽ വന്നിരിക്കുകയാണ്. 2 പീസ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, ബന്ന്, എല്ലാം കൂടെ 17 ദിർഹംസ് ആണ് ആയത്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, KFCയുടെ അത്ര രുചിയില്ലെങ്കിലും പിന്നെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. അതിനെ കഴിച്ച് ഇങ്ങനെ ഒരു വീക്കെൻഡ് ആസ്വദിക്കാൻ പറ്റിയൊരു സാധനം. അല്ല നമുക്ക് ഇത് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സംഭവമൊന്നുമില്ല. ഇതിനെക്കാട്ടും നല്ല രുചി എന്ന് പറഞ്ഞാൽ KFC ആണ്. 2 പീസ് ചിക്കന്, കോൾസ്ലോയും ബന്നില്ല കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസും കൂടെ ചേർത്ത് 12 ദിർഹംസേ ഉള്ളൂ. ഇതിനെക്കാട്ടും ഫാർ ബെറ്റർ ആണ്. എന്റെ റെക്കമെൻഡേഷൻ KFC പോകുന്നത് ടെക്സാസ് ചിക്കനെക്കാട്ടും നല്ല. പിന്നെ ഈ ഒരു ടെക്സാസ് ചിക്കന് നമ്മൾ പരസ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നതാണല്ലോ. അപ്പൊ ഏതായാലും ഒരു പ്രാവശ്യം വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ, വല്ല KFCയിലാണ് പോയി KG ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോ ഇതാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒരു ഡിസൈന്. ഫ്രഞ്ച് ഫ്രൈസ് കണ്ടാല് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാൻ രസമല്ലേ, രുചിയുണ്ട് കേട്ടോ. കാണുന്ന പോലെ എന്താ വെച്ചാൽ ചില ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ രുചിയായി, ഉപ്പ് കൂടുതലോ അല്ലെങ്കിൽ ഒരു അളിഞ്ഞ ടേസ്റ്റ് ആയി. പക്ഷെ ഇതിനേതായാലും ടേസ്റ്റി തന്നെയായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, അങ്ങനെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ അങ്ങനെ എത്തി. ടെക്സാസ് ചിക്കനൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ അധികം താമസം, ഇവിടെ 5 മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് 5 മിനിറ്റ്സ് എടുത്തുള്ളൂ ഇവിടെ എത്താൻ. ഒരു 5 മിനിറ്റത്തെ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന നേരമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഇവിടുത്തെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഫ്രം സിറ്റി സെന്റർ നേരം. എനിവേ ഏതായാലും സിനിമ ഏതായാലും കണ്ടു, ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. എന്തോ ഒരുമാതിരി എഴുതി കുത്തി പിടിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നത്. ഇത് ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ. ഇത് എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. പിള്ളേർക്ക് ഏതായാലും ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫിന്റെ കോമഡി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്.
പിള്ളേർക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള ഒരു സീൻസ് ഒക്കെ വെച്ചേക്കുന്നുള്ള. ഇതിനകത്ത് ഒരു സീൻ ഞാൻ പറയാം. അതിനകത്ത് തലപതി വിജയ് ഒരു മിഷനിൽ ഗ്ലാസ് ഇങ്ങനെ റൗണ്ട് ചില്ല് പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് വിജയുടെ ഭാര്യയെ വിളിക്കുക, ക്യാരക്ടർ ഭാര്യയെ വിളിച്ചിട്ട് പറയാം ഏതാണ്ട് 1 കിലോ തക്കാളിയും പിന്നെ എന്തോ പഞ്ചസാരയും ഒക്കെ എങ്ങനെ ലിസ്റ്റ് പറയുമ്പോ അടുത്ത ആളെ അവിടെ എഴുതി എടുക്കുള്ളൂ. അല്ല പിന്നെ ഫോൺ എടുക്കാതിരുന്നു അപ്പൊ, അല്ലെങ്കിൽ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെ മിഷനിലാണെങ്കിൽ അന്നേരം ഫോൺ വിളിക്കുന്നത്. അയ്യോ എന്തൊരു കോമഡിയാണെന്നോ എന്റെ ഫോണിനോ. എനിക്ക് സത്യം പറഞ്ഞ ചിരിയും ഒന്നും തോന്നിയില്ല. എന്തുവാന്ന് എനിക്ക് തോന്നിയത്. ആ ഏതായാലും അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് പക്ഷെ പടത്തിന്റെ റേഞ്ചും കാര്യങ്ങളും മാറി. രണ്ടാം ഭാഗം പറയുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ തലപതി വിജയുടെ ഇതാണ്, നരച്ച മുടിയും താടിയൊക്കെ ആയിട്ടുള്ള ലുക്കും കണ്ണാടി വെച്ച ലുക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ പുള്ളി സീരിയസ് ആയി, കാര്യങ്ങൾ മാറി, പിന്നെ റേഞ്ച് മാറി. പിന്നെ തലപതി വിജയ് വേഴ്സസ് ഇളപതി വിജയ് ആയിരുന്നു, ഇളയ തലപതി ആയിരുന്നു. അപ്പൊ അങ്ങനെ കൊള്ളാമായിരുന്നു. അങ്ങനെ രണ്ടാം പകുതി തൊട്ടാണ് പിന്നെ സിനിമ രസമായി തുടങ്ങിയത്. പക്ഷേ ക്ലൈമാക്സ് വന്നപ്പോ ഭയങ്കര ബോറായിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സിന്റെ സീൻ സെറ്റ് ചെയ്തിരിക്കുന്ന എവിടെ വെച്ചാൽ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ, അങ്ങനെ ധോണിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ധോണിയൊക്കെ ഇങ്ങനെ അന്തം വെട്ടാ പോലെ ഇങ്ങനെ നോക്കുന്നത് അവിടെ തൊട്ടാണ്. പക്ഷെ എന്നാലും ആ ഒരു സെറ്റിൻ എന്തോ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് കണ്ടപ്പോൾ ഭൂരിപക്ഷം പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ വല്ല സിനിമ സ്ഥലത്ത് സെറ്റ് ചെയ്താൽ മതി, ഇതൊരു അത്രയും രസമായിട്ടുള്ള സെറ്റിനല്ല. ആ ഏതായാലും അങ്ങനെ പടം അങ്ങനെ അവസാനിച്ചു. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അങ്ങനെ അങ്ങനെ 69ാമത്തെ സിനിമ അങ്ങനെ അവസാനിച്ചു. 68ആയിരുന്നു ലിയോ, തലപതി വിജയും ലോകേഷ് കനകരാജുമാണ് വന്നത്. ഇതിനകത്ത് 69th പടമാണ്. 69 സിനിമയും കൊള്ളാം, ഒരു പ്രാവശ്യം കണ്ടിരിക്കാനും കൊള്ളാം കേട്ടോ. ഇപ്പൊ ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ ഒക്കെ ഇനി 2-3 തവണ കണ്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റിന്റെ റേറ്റ് ആലോചിക്കുമ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ OTT വരട്ടെ നോക്കുക. അങ്ങനത്തെ പടം നമുക്ക് രണ്ടാമത് കാണാൻ തോന്നും. ഈവൻ ലിയോ പോലും ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസമാണ്, പിന്നെയും കാണാൻ തോന്നുന്നു. പക്ഷെ ഇത് അത്രയും കാണാൻ അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ അതിന് പറ്റിയ ഒന്നും ഇല്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യുക, എന്നിട്ട് പോരുക. ഇതുപോലെയുള്ള ഞായറാഴ്ച ദിവസമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച 6 ദിവസവും പണിയെടുത്തിട്ട് ഒരു ദിവസമാണ് ഒരു അവധി കിട്ടുന്നത്. അവധി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കാം. അങ്ങനത്തെ ഒരു പടം, അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം കേട്ടോ. അങ്ങനെ ഏതായാലും ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 6 ദിവസത്തെ ക്ഷീണം ഏതായാലും ഇന്ന് സിറ്റി സെന്റർ നേരെ തന്നെ തീർത്തു. സിറ്റി സെന്ററില് കാലിഫോർണിയ കയറി. പിന്നെ അവിടെ 2 പീസ് ചിക്കൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, ബസ്സിലെ യാത്ര, സിനിമ, ചിക്കൻ, ടെക്സാസ് ചിക്കന് എല്ലാം കൂടെ ഞായറാഴ്ച ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയ സംഭവമൊന്നും ഈ പറഞ്ഞ ഇതിലില്ല. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും കാണാൻ, വെറുതെ ഹാഫ് ഡേ ലീവ് എടുത്ത് ഇങ്ങനത്തെ പടമൊക്കെ പോയി കാണേണ്ട പകരം ആ സമയത്ത് വല്ല എന്താണ് കമ്പനിയിലെ കാണാൻ ജോലിയോ അല്ലെ വേറെ വെർത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ അതിലിരുന്ന് വർക്ക് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടും, പൈസ കിട്ടും. അല്ലെ ഇങ്ങനത്തെ സ്പെൻഡ് ചെയ്യാന് വെറുതെ വേസ്റ്റ് ഓഫ് യുവർ ടൈം. കാരണം സമയം എന്ന് പറഞ്ഞ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അറിയത്തില്ല ഞാൻ പറയാണ്. പോയി കഴിഞ്ഞാൽ പോയതാ, അല്ല തിരിച്ചു വരുന്ന സാധനമല്ല. അല്ല ഈ മഴയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മഴ അടുത്ത വർഷം വരും, അല്ലെ 6 മാസം കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വരും. വിന്റർ പോയി കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആകുമ്പോൾ വരും. ഇപ്പൊ നവംബർ ആകുമ്പോഴത്തേക്ക് ഇവിടെ വിന്റർ സീസണാണ്. പക്ഷെ ഈ സമയം എന്ന് പറഞ്ഞ സാധനം പോയതാ. അപ്പൊ വെറുതെ എന്തിനാണ് ഈ ഫസ്റ്റ് ഡേ പോയി ഇങ്ങനെ പോയി വിസിലടിച്ച്. പിന്നെ നാട്ടിലൊക്കെ ഇപ്പൊ ഇവിടൊക്കെ പിന്നെ മര്യാദ ഉണ്ടോ, നാട്ടിലൊക്കെയാണ് പോസ്റ്ററിന്റെ മണ്ടേ പാലൊഴിക്കുന്നു, പിന്നെ പടക്കം പൊട്ടിക്കുന്നു, തേങ്ങ അടിച്ചു പൊട്ടിക്കുന്നു. എന്തിന് നിങ്ങൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തോളൂ, വേറെ പണിയൊന്നുമില്ലേ. അപ്പൊ ഏതായാലും അത് അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക, എന്നിട്ട് ജീവിക്കുക. നല്ല റിച്ചായിട്ട് സ്മാർട്ടായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവാം തലപതി നിങ്ങളുടെ ലൈഫില്. പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുണ്ട്, തിയേറ്ററിൽ ഇപ്പൊ ഇവിടുത്തെ ഷോ 11 മണിക്കായിരുന്നു ഷോ ആരംഭിച്ച്. 11 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഉണ്ട് എല്ലാം ഓരോരുത്തന്മാര് ടോർച്ച് അടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു പ്രാവശ്യം ഞാൻ ഒരു യൂട്യൂബില് അശ്വിൻ ഗോക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടത് എനിക്കറിയാം. ഒരു 2022 അവസാനം. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് ഒരു ബോധമില്ലാത്ത ഒരു മനുഷ്യരുണ്ട്. 11:15 ടോർച്ച് അടിച്ചുകൊണ്ട് ഒരു പേര് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോ
എന്നാൽ നമ്മൾ എന്തൊരു അനുഭവിച്ചായിരുന്നു തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങനെ നടക്കുക. എന്നിട്ട് പിന്നെ അവസാനം സിനിമ മൊത്തം അത് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ആ ഫ്ലോ അങ്ങ് പകുതിയോളം പോയി. ഒരു ഒരു സമയം നിങ്ങൾക്ക് ഒരു മര്യാദയും ബോധവും. നിങ്ങളുടെ സമയത്ത് ഒരു 10:30-കോ അല്ലെ 10:45-ഒക്കെ വരുവാണെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട്. 10:45 വന്നാൽ എന്താ കുഴപ്പം? ട്രാഫിക് ഇല്ലല്ലോ. ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലെയാണ്. വൈകുന്നേരമാണ് നല്ല ട്രാഫിക്കാണ്, അല്ലെ സാറ്റർഡേ നൈറ്റ് ആണെങ്കിലും ട്രാഫിക്കാണ്. പക്ഷെ ഈ ഞായറാഴ്ച പോലെ എന്താ ട്രാഫിക്? നിങ്ങൾ സമയം കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടാവത്തില്ല. ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങ ഒരു തിയേറ്ററിൽ കാണിക്കുന്ന ഒരു മര്യാദയാണ്. സമയം ഒരു ടൈം 11 o'clock അല്ലെ 10 o'clock ഷോ ആരംഭിക്കുന്നെങ്കിൽ അതിന്റെ ഒരു 10 മിനിറ്റ് എത്തുന്ന രീതിയിൽ നിങ്ങൾ വരിക. അങ്ങനെ വരികയാണെങ്കിൽ ആർക്കും ഒരു ശല്യമില്ല, അവിടെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അത് പീസ്ഫുൾ ആയിട്ടൊരു സിനിമ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇന്ന് ഇൻസിഡന്റ് ഏതെങ്കിലും ഇവിടെ നടന്നു. പിന്നെ ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ ഒക്കെ UAE-ലൊക്കെ ഒരു തിയേറ്ററിൽ പടം കാണുമ്പോഴുണ്ടല്ലോ പൊതുവെ ആളൊന്നും കാണത്തില്ല. ഇതായാലും ഇവിടെ വന്നപ്പോൾ നല്ല ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇബിമ്പത്തുതമാളില് വോൾവറിൻ കണ്ടപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരോട്ട് കൈ കഴിച്ച് നല്ല എൻജോയ് ചെയ്തതാണ്. ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടെ തലപതിയുടെ സീനൊക്കെ കണ്ടപ്പോൾ നല്ല കൈയൊക്കെ അടിച്ച് ആസ്വദിച്ച് കണ്ടു. അപ്പൊ അങ്ങനെ പോന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു, എൻജോയ് ചെയ്തു. ഓരോരുത്തന്മാര് ക്യാമറയുടെ കീഴത്തങ്ങ് വരും. എന്ത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് എൻജോയ് യുവർ ഡേ.